നമസ്കാരം, ഞാൻ ദീപ്തി. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ എആർസി. ഊഴം തെളിഞ്ഞ് ഉണ്ണിയാടൻ. തോമസ് ഉണ്ണിയാടനെ പുതിയ ചീഫ് വിപ്പായി പ്രഖ്യാപിച്ച് കെ.എം. മാണി. തീരുമാനം ഇന്നു തന്നെ മുഖ്യമന്ത്രി അറിയിക്കും. ഉണ്ണിയാടനെ നറുക്കുവീണത് വിപ്പ് സ്ഥാനം വേണ്ടെന്ന CF തോമസിന്റെ തീരുമാനത്തിൽ. നിലവിൽ കേരള കോൺഗ്രസ് പാർട്ടി വിപ്പായ ഉണ്ണിയാടൻ നിയമസഭയിലെത്തിയത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ നിന്ന്. വിവാദങ്ങൾക്ക് വഴിവയ്ക്കാതെ പ്രവർത്തിക്കുമെന്ന് ഉണ്ണിയാടൻ. ജോർജ് വിഷയത്തിൽ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് കെ.എം. മാണി. ജോർജ് എത്ര പ്രകോപനമുണ്ടാക്കിയാലും പുറത്താക്കില്ല. സഹിച്ചും ക്ഷമിച്ചും ഒപ്പം നിർത്തുമെന്നും മാണി. തിരിച്ചടികൾക്ക് നടുവിൽ UDF യോഗത്തിന് കോവളത്ത് തുടക്കം. മുഖ്യ ചർച്ച ജോർജ് സരിത വിഷയം. ഒരു വർഷത്തേക്കുള്ള സർക്കാർ പദ്ധതികളുടെ മുൻഗണനാക്രമവും ചർച്ചയ്ക്ക്. യാക്കൂബ് മേമന് തൂക്കുമരം തന്നെ. മുംബൈ സ്ഫോടനക്കേസിൽ യാക്കൂബ് മേമന്റെ വധശിക്ഷ ശരിവച്ച് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. തള്ളിയത് വധശിക്ഷയ്ക്കെതിരെ മേമൻ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി. മേമന് വധശിക്ഷ വിധിച്ച് ടാഡ കോടതി ഉത്തരവ് പുനഃപരിശോധിക്കേണ്ട സാഹചര്യമൊന്നും നിലവിലില്ലെന്ന് സുപ്രീംകോടതി. സ്ഫോടനത്തിൽ മേമൻ സഹോദരന്മാരുടെ പങ്ക് നേരത്തെ വ്യക്തമായതാണെന്നും കോടതി. ടൈഗർ മേമന്റെ സഹോദരനായ യാക്കൂബ് 1993 മാർച്ച് 12-ന് 257 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടന പരമ്പരയുടെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാൾ. വധശിക്ഷ കാത്തു കഴിയുന്നത് നാഗ്പൂർ ജയിലിൽ. കൂട്ടക്കൊലയുടെ കാരണം തേടി. വെടിവയ്പിൽ 20 തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആന്ധ്ര പോലീസ് കുരുക്കിൽ. കൂട്ടക്കൊല സ്വയരക്ഷയ്ക്കെന്ന പോലീസിന്റെ വാദം പൊളിച്ച് പുതിയ വെളിപ്പെടുത്തൽ. മരിച്ചവരിൽ 7 പേർ തലേന്നു മുതൽ കസ്റ്റഡിയിലായിരുന്നു എന്ന് സൂചന. ചിറ്റൂർ ജില്ലയിലെ ശേഷാചലം മേഖലയിൽ പോലീസ് വെടിവയ്പ് നടന്നത് ചൊവ്വാഴ്ച രാവിലെ. കൊല്ലപ്പെട്ടത് ചന്ദനക്കൊള്ള സംഘത്തിലെ തൊഴിലാളികളെന്ന് പോലീസ്. കൊല്ലപ്പെട്ടവരെല്ലാം തമിഴ്നാട് സ്വദേശികൾ. ആന്ധ്ര പോലീസിന്റെ വാദം പൊളിച്ചത് സിവിൽ ലിബർട്ടീസ് സംഘടന. മൊഴി നൽകിയത് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളി. വെടിവെച്ചത് തൊട്ടടുത്തു നിന്നെന്നും സൂചന. ചന്ദനക്കൊള്ള സംഘത്തിന്റെ ആക്രമണം പോലീസിന്റെ കെട്ടുകഥയെന്ന് ആരോപണം. വെടിവയ്പിന്റെ കാരണം ദുരൂഹം. കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ആന്ധ്ര പോലീസ്. രക്ഷാദൌത്യത്തിലെ അവസാന രംഗം. യമനിലെ ഇന്ത്യൻ രക്ഷാദൌത്യം ഇന്നുകൂടി. കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സനായിലേക്ക് 4 വിമാനങ്ങൾ. മലയാളികൾ ഉൾപ്പെടെ 1000-ഓളം പേർ ഇനിയും യമനിലെന്ന് റിപ്പോർട്ട്. ഏദനിൽ നിന്ന് കപ്പലിൽ ജിബൂട്ടിയിലേക്കുള്ള ദൌത്യം അടുത്ത ദിവസങ്ങളിലും. കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ ഇന്ത്യയുടെ സഹായം തേടിയത് 26 രാജ്യങ്ങൾ. ഓപ്പറേഷൻ റാഹത്ത് സഫലമെന്ന് വിദേശകാര്യ മന്ത്രാലയം. യമനിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെടുത്തിയത് 4500-ലധികം ഇന്ത്യക്കാരെ. ഇന്നലെ ഒഴിപ്പിച്ചവരുടെ കൂട്ടത്തിൽ പാകിസ്ഥാൻ രക്ഷപ്പെടുത്തിയ 5 മലയാളികളും. കറാച്ചിയിൽ നിന്ന് ഇവരുടെ മടക്കം പ്രത്യേക വിമാനത്തിൽ. ഹൂതി മേഖലകളിൽ വ്യോമാക്രമണം കടുപ്പിച്ച് സൗദി സഖ്യം. വിമതരെ പിന്തുണയ്ക്കുന്ന ഇറാൻ ഏദൻ കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചതായി റിപ്പോർട്ട്. ആകാശയുദ്ധം ഇനി കടലിലേക്കും കരയിലേക്കും. ഓൺ മീ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.